നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി നടുവിൽക്കര പ്രാചീന കേരള കളരി സംഘം ഗുരു ഷമീർ മുഹമ്മദ്. വഴിയിൽ കിടന്നു കിട്ടിയ 1 പവനിലധികം തൂക്കമുള്ള സ്വർണ്ണമാല ഉടമയെ കണ്ടെത്തി തിരികെ നൽകി സഹോദരങ്ങൾ മാതൃകയായി. CBSE പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടി വിജയിച്ച കാഞ്ഞാണി ഭാരത് വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥി നിരഞ്ജനെ വിവിധ സംഘടനകൾ ആദരിച്ചു. വാർത്തകൾ വിശദമായി. കളരിപ്പയറ്റിന്റെ പാരമ്പര്യം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്ന സേവനത്തിന് അംഗീകാരമായി നടുവിൽക്കര പ്രാചീന കേരള കളരി സംഘത്തിന്റെ ഗുരു ഷമീർ മുഹമ്മദ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ദീർഘകാലമായി കളരി രംഗത്ത് നടത്തിയ സമർപ്പിത പ്രവർത്തനങ്ങളാണ് ഈ നേട്ടത്തിന് പിന്നിൽ. 7ാം വയസ്സിൽ തന്നെ പിതാവും പ്രശസ്ത കളരി ഗുരുവുമായ PK മുഹമ്മദ് ഗുരുവിൻ്റെ കീഴിൽ ഷമീർ പരിശീലനം ആരംഭിച്ചു. 1969 സ്ഥാപിതമായ പ്രാചീന കേരള കളരി സംഘം ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച സംഘമാണ്. 16 തവണ ജില്ലാ ചാമ്പ്യന്മാരും 3 തവണ സംസ്ഥാന ചാമ്പ്യന്മാരുമായിട്ടുള്ള സംഘത്തിൻ്റെ വളർച്ചയിൽ ഷമീറിൻ്റെ പങ്ക് നിർണായകമാണ്. പിതാവിൻ്റെ പാത പിന്തുടർന്ന് സംഘത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത ഷമീർ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കളരിപ്പയറ്റ് പരിശീലനം നൽകുന്നതിൽ സജീവമാണ്. തെക്കൻ, വടക്കൻ, മധ്യകേരള സമ്പ്രദായങ്ങൾ ഉൾപ്പെടുത്തി പരിശീലനം നൽകുന്ന സംഘത്തിന് അന്താരാഷ്ട്ര വേദികളിലും ശ്രദ്ധ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഊന്നൽ കൊടുത്തുകൊണ്ട് ജീവാർപ്പണം നടത്താനൊക്കെ പറയും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരാൾ ഉന്നതിയിലേക്ക് എത്തിച്ചേരാം. നമുക്കൊക്കെ പറ്റുന്നൊരു കാര്യം വെച്ചാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും, പല വഴിയിലേക്ക് തിരിഞ്ഞു പോകും. പക്ഷെ ഷമീർ ഇപ്പോൾ ഇതിനനുബന്ധമുള്ള വീഴ്ചകൾ മറ്റു പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും കളരി എന്ന ഒരു ആർട്ട് ഫോമിനോട്, നമ്മൾ കേരളീയമായ ആർട്ട് ഫോമിനോട് 100% നീതി പ്രവർത്തികൾ മുന്നോട്ട് പോയി എന്നുകൊണ്ടാണ് ഈ വിജയമൊക്കെ കൈവരിക്കാൻ കഴിഞ്ഞത്. നടുവിൽക്കര പ്രാചീന കളരി സംഘത്തിൻ്റെ നിലവിലെ ഗുരുക്കളായ ഷമീർ ഗുരുക്കൾക്ക്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഷമീർ കാക്ക് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇടം നേടിയെടുക്കുകയാണ്. ഇതിൽ ഞങ്ങൾ നടുവിൽക്കരയിലെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അതിൻ്റെ പരിപാടികളാണ്, സ്നേഹാദരവൊക്കെയാണ് ഇന്നിവിടെ നടന്നു വന്നിരുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ കളരി പ്രദർശനം നടത്തിയത് സംഘത്തിൻ്റെ അഭിമാന നേട്ടങ്ങളിൽ ഒന്നാണ്. സംസ്കാരത്തിനും പൈതൃകത്തിനും ലഭിച്ച വലിയ അംഗീകാരമാണ് ഈ പുരസ്കാരമെന്ന് ഷമീർ പ്രതികരിച്ചു. 1969 എൻ്റെ വാപ്പയും ഗുരുനാഥനുമായ PK മുഹമ്മദ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ പ്രാചീന കേരള കളരി സംഘം സ്ഥാപിതമായി. നിരവധി വിദ്യാർത്ഥികൾ പഠിച്ച കളരിയിൽ ഇന്നും വിദ്യാർത്ഥികൾ പഠനം തുടരുകയാണ്. കളരിയിലെ മെയ്യഭ്യാസങ്ങൾ, ആയുധ പരിശീലനങ്ങൾ, മർമ്മപ്രയോഗങ്ങൾ, ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ പഠിക്കാനായിട്ട് നിരവധി വിദ്യാർത്ഥികൾ പുറത്തുനിന്നും നമ്മുടെ ഈ പ്രദേശത്തു നിന്നൊക്കെ കളരിയിലേക്ക് എത്താറുണ്ട്. എൻ്റെ 7ാമത്തെ വയസ്സിലാണ് നമ്മൾ കളരി പഠനം ആരംഭിക്കുന്നത്. അതൊരു വിദ്യ ആരംഭമുള്ള ദിവസമാണ് കളരി ആരംഭിക്കുന്നത്. എന്നെ ഗുരുവായൂരുള്ള സുകുമാരൻ ഗുരുക്കളും എൻ്റെ അച്ഛനുമാണ് എന്നെ കളരിയിലേക്ക് പ്രവേശിപ്പിച്ചത്. കളരിയിൽ ശാസ്ത്രീയമായ ചികിത്സകളൊക്കെ വാപ്പ ചെയ്തിരുന്നു. വാപ്പ മരണപ്പെട്ടിട്ട് 4 വർഷമായി. ഇപ്പോൾ ഈ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടാൻ സാധിച്ചു. അതിലൊരുപാട് സന്തോഷം. എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ എൻ്റെ കളരിയിലെ വിദ്യാർത്ഥികളുമായി മുന്നോട്ട് പോവുകയാണ്.
കളരിപ്പയറ്റ് പോലുള്ള പൈതൃക കലകളെ സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് ഇത്തരം അംഗീകാരങ്ങൾ വലിയ പ്രചോദനമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രശസ്ത സിനിമാ താരം ടൊവിനോ തോമസ് തൃപ്പയാർ VB മാൾ ആൻഡ് സിനിമാസ് സന്ദർശിച്ചു. പള്ളിച്ചട്ടമ്പി സിനിമയുടെ വിജയാഘോഷത്തിനായിട്ടാണ് താരം VB സിനിമയിൽ എത്തിയത്. VB മാൾ MD ഷൈജു, മാൾ ഡയറക്ടർമാരായ ശൈലേഷ്, കൃഷ്ണരാജ്, ശ്രീകൃഷ്ണൻ, മാനേജർ ജ്യോതി ബസു വേളയിൽ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ആരാധകരുടെ ആവേശകരമായ സ്വീകരണത്തിനിടയിലാണ് താരം മാളിൽ എത്തിയത്. നിരവധി പേർ അദ്ദേഹത്തെ കാണാനും ഫോട്ടോ എടുക്കാനും എത്തിയിരുന്നു. സന്ദർശനത്തിൻ്റെ ഭാഗമായി ടൊവിനോ മാളിലെ വിവിധ സ്റ്റോറുകളും സൗകര്യങ്ങളും സ്ക്രീനുകളും പരിശോധിക്കുകയും സന്ദർശകരുമായും സൗഹൃദപരമായി ഇടപഴകുകയും ചെയ്തു. നമുക്ക് പള്ളിച്ചട്ടമ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈയടിയോടെ നമുക്ക് തുടങ്ങാം. ശരി, ഇവിടെ വന്നവരെല്ലാം സിനിമ കണ്ടു, അതിൽ വലിയ സന്തോഷം. ടൊവിയും പള്ളിച്ചട്ടമ്പി ടീമും എത്തുന്നുണ്ടെന്നറിഞ്ഞ് ഇത്ര നേരം വെയിറ്റ് ചെയ്തതിന് നന്ദി. എല്ലാവരും ടൊവിയെ കാണാനുള്ള ആഗ്രഹത്തിലും ഇഷ്ടത്തിലായിരിക്കുന്നതെന്നറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ പ്രിവിലേജ് തന്നെ കിട്ടണം. ഇടയ്ക്ക് കുറെ പേര് കയറി വന്ന് ബാക്കിയുള്ളവർ പുറകിലിരിക്കുക, അത് ശരിയല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ് ഈ സ്നേഹം. അപ്പം എല്ലാവരും കുറച്ച് സ്പേസ് തന്നാൽ നിങ്ങളോട് ടൊവി രണ്ടു വാക്ക് സംസാരിക്കും. സിനിമ കണ്ടു കഴിഞ്ഞവരാണോ നിങ്ങൾ? കണ്ടു എല്ലാവരും? ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ മികവിൻ്റെ നൂറുമേനി തിളക്കവുമായി പഴുവിൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ. വർഷങ്ങളായി കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കുന്ന ശ്രീഗോകുലം മോഡൽ പരീക്ഷാ പരിശീലനമാണ് ഇത്തവണയും ഈ വിജയ തുടർച്ച യാഥാർത്ഥ്യമാക്കിയത്. പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും ഉജ്ജ്വല വിജയം കൈവരിച്ചതോടെ അക്കാദമിക് മികവിൻ്റെ മറ്റൊരു വിജയഗാഥ കൂടി രചിക്കാൻ സ്കൂളിലായി. 66 പേർ പരീക്ഷ എഴുതിയതിൽ 50 പേർ ഡിസ്റ്റിങ്ഷൻ നേടി മികച്ച നേട്ടം കൈവരിച്ചു. അശ്വിൻ കൃഷ്ണ PU, ദേവിന TB, കർണൻ KV എന്നീ വിദ്യാർത്ഥികൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി സ്കൂൾ ടോപ്പേഴ്സായി. 20 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും 90% മുകളിലുള്ള മാർക്ക് സ്വന്തമാക്കിയതും 24 വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ 100-ൽ 100 മാർക്ക് കരസ്ഥമാക്കിയതും ഈ വിജയത്തിൻ്റെ മാധുര്യം ഇരട്ടിയാക്കുന്നു. പഠന മികവിനൊപ്പം ആത്മവിശ്വാസവും വ്യക്തിത്വ വികസനവും മുൻനിർത്തിയുള്ള പഠന രീതിയാണ് പഴുവിൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ പിന്തുടരുന്നത്.
ജീവകാരുണ്യ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൂട്ടായ്മ കലാ സാംസ്കാരിക വേദിയും വാടാനപ്പള്ളി ഒലിവ് ഹെൽത്ത് കെയർ സെന്ററും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി 13-ാം വാർഡിൽ ദൃശ്യനഗർ പരിസരത്ത് നടത്തിയ ക്യാമ്പ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് മുഖ്യ അതിഥിയായിരുന്നു. സ്ത്രീരോഗ വിഭാഗം ഡോക്ടർമാരായ ആശ, ഡോക്ടർ സുലോചന, അസ്ഥിരോഗ വിഭാഗം ഡോക്ടർ സഞ്ജീവ്, ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ ഗോകുൽ സന്തോഷ്, ഫിസിയോതെറാപ്പിസ്റ്റ് രഞ്ജിത തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നൽകിയ സേവനം ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു. വാടാനപ്പള്ളി എക്സ് ഡ്രൈവർ ഷിയാസിനെ ചടങ്ങിൽ ആദരിച്ചു. അരൂപ്, ക്രിജിത്ത്, കൂട്ടായ്മ ഭാരവാഹികളായ പ്രസിഡന്റ് ബീന ജോയ്, സെക്രട്ടറി റോഷൻ, ട്രഷറർ ദിനേശ്, രക്ഷാധികാരികളായ P വരദൻ, മുഹമ്മദ് നാലകത്ത്, KC ശശി എന്നിവർ സംസാരിച്ചു. സൗജന്യ മരുന്ന് വിതരണം, സൗജന്യ ബ്ലഡ് ടെസ്റ്റുകൾ എന്നിവ ക്യാമ്പിലുണ്ടായിരുന്നു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നമ്മളുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു സാംസ്കാരിക സംഘടനയാണത്. നിരവധിയായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും കലാകായിക രംഗത്തെ ഇടപെടലുകളിലൂടെയും വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകളിലൂടെയും ഒക്കെ തന്നെ നമ്മളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാംസ്കാരിക സ്ഥാപനം. നമ്മുടെ നാടിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ കൂടിയാണ്. അതോടൊപ്പം തന്നെ ഒലിവ് ഹെൽത്ത് കെയറും ചേരുമ്പോൾ രണ്ടും ഈ നാടിൻ്റെ അഭിമാനമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒലിവിനെ കുറിച്ച് പറയുമ്പോഴും ഇവിടെ ബാബുട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സംഘടന കൂടിയാണത്. അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് സംഘടനകൾ ചേരുമ്പോൾ അതിൻ്റെ ഫലം കൂടുതൽ ഇരട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കയ്പമംഗലം അയിരൂർ ചാപ്പക്കടവ് ശ്രീ കുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമുടി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി PV സന്തോഷ്, മേൽശാന്തി PR ലിജേഷ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ KC ദിലീപ് കുമാർ, KB ഉണ്ണികൃഷ്ണൻ, PS സജേഷ്, PK വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് 7:15 ദേശത്തെ കലാപ്രതിഭകളുടെ വിവിധ കലാപരിപാടികൾ, തിങ്കളാഴ്ച രാവിലെ 10 നാഗങ്ങൾക്ക് കളമെഴുത്തും പാട്ടും, രാത്രി 7:30 ഉണർത്ത് ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ട്, 21 രാവിലെ 9 ഗുളികൻ മുത്തപ്പന് വെള്ളാട്ട്, വൈകിട്ട് 5:30 ചോനിപ്പറമ്പിൽ നാഗക്കാവിൽ നിന്നും താലം വരവ്, രാത്രി 7:15 ഗാനമേള, 22 വൈകിട്ട് 5:30 കൂരിക്കുഴി ദേശം ക്ഷേത്രത്തിൽ നിന്നും താലം വരവ്, രാത്രി 7 പള്ളിവേട്ട, ഉത്സവ ദിവസമായ 23 രാവിലെ 8:30 ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് 4 അയിരൂർ മഹാക്ഷേത്രത്തിൽ നിന്നും 3 ഗജവീരന്മാരോടും താളമേളങ്ങളോടും കൂടി ഉത്സവ ഘോഷയാത്ര, 5 പകൽപൂരം, തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, രാത്രി 8:30 സോപാന സംഗീതം, 24 രാവിലെ 6:30 ആറാട്ട് എഴുന്നള്ളിപ്പ്, 7 സമുദ്രത്തിൽ ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ഇനിയൊരു ഇടവേള. Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്ക്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ഈ വർഷത്തെ 10ാം ക്ലാസ് CBSE പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടി വിജയിച്ച കാഞ്ഞാണി ഭാരത് വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥി നിരഞ്ജൻ ജിയെ CPI വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ആദരിച്ചു. അനുമോദന ചടങ്ങിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുൻ കൃഷിവകുപ്പ് മന്ത്രിയായ VS സുനിൽകുമാർ, മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, PD രത്നാകരൻ, വൈശാഖ് അന്തിക്കാട്, സാജൻ കൂട്ടാല, സുമേഷ് തെക്കിനിയടത്ത്, സുധാകരൻ, വേണു ദീപ ഉല്ലാസ്, സതീശൻ അനിൽ, സജീവൻ മാക്കോത്ത്, സ്വാഗത് KB, സാബു എന്നിവർ പങ്കെടുത്തു. അന്തിക്കാട് പടിയം കൊലയാമ്പറമ്പത്ത് ഗിരീഷ് ബിന്ദു ദമ്പതികളുടെ ഇളയ മകനാണ് നിരഞ്ജൻ. വാദ്യ കലാകാരനായ നിരഞ്ജൻ അനേകം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന മാർക്ക് മേടിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ജയിച്ചു എന്ന് കേട്ടപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ പാർട്ടി സഹാക്കൾ എന്നോട് പറഞ്ഞ് നമുക്ക് അവരെ വീട്ടിൽ പോയിട്ട് ഒന്ന് ആദരിക്കണം. അപ്പോൾ അതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇവിടെ പാർട്ടി പൊതുവായിട്ട് ഇവിടെ ഇങ്ങനെയുള്ള വിജയം നേടിയ ആളുകളിലേക്ക് വീടുകളിൽ പോയിട്ട് ഞങ്ങൾ ആദരിക്കാറുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത, ഈ നിരഞ്ജൻ, എൻ്റെ മോൻ്റെ പേര് നിരഞ്ജൻ എന്നാണ്. നിരഞ്ജൻ്റെ ഈ നേടിയിട്ടുള്ള വിജയത്തിൻ്റെ പ്രത്യേകത ഈ CBSE സിലബസ് കുറച്ചും കൂടി
കടുപ്പുള്ളതാണ്. അതിൽ ഏറ്റവും മികച്ച മാർക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്കില്ല് അതിനകത്ത് ആവശ്യമുണ്ട്. അപ്പോൾ ആ നിലയിൽ ഒരു ഉന്നത വിജയം നേടിയെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ നേരത്തെ സുധാരൻ പറഞ്ഞ പോലെ നമുക്കൊക്കെ ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ആദരിക്കുമ്പോൾ ആ കുട്ടികളെ നമ്മൾ ആദരിക്കുക എന്നുള്ളത് മാത്രമല്ല, കുടുംബക്കാരെ ആദരിക്കുക. അതോടൊപ്പം തന്നെ നമ്മളിത് പുറത്തെ ആൾക്കാർ മറ്റു കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാവുകയും ചെയ്യും. പൊതുവെ നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പ്രാദേശികമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ട്. CPM നേതാവായിരുന്ന VA നാരായണന്റെ 6ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ മനോജ് കോളഞ്ചേരി അധ്യക്ഷനായി. കൺവീനർ MB ഷാജി, മണലൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, BN സുർജിത്ത്, PG സുബിദാസ്, BV പ്രഭാത്, BV സജീന്ദ്രൻ, KV ഡേവിസ്, TI ചാക്കോ, MK സദാനന്ദൻ, KP അലി, ഷിബുമാഷ് അന്തിക്കാട്, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ്, കൗസല്യ, കണ്ണൻ കൂട്ടാല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അതിന്റെ കഴുത്തുഭാഗത്ത് വരുന്ന ബട്ടൺ പൂർണ്ണമായും കൂട്ടാതെ അതിങ്ങനെ വലതുവശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന ഒരു രൂപം എൻ്റെ മനസ്സിൽ ഇപ്പോഴും കാണുന്നത്. അതൊരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതാൾക്കൂട്ടത്തിലും ഏത് സദസ്സിലും ഏത് വേദിയിലും ഒരു പ്രത്യേകത കാണാൻ നമുക്ക് കഴിയും. അതാണ് എൻ്റെ മനസ്സിലുള്ള നാരായണേട്ടൻ്റെ ഒരു രൂപം. പിന്നീട് സഖാവിനെ കുറിച്ചുള്ള അറിവുകൾ അത് വളരെ ആഴത്തിൽ പോകേണ്ട ഒന്നാണ്. ഞാനൊരു പ്രസംഗം നടത്തി മാഷോണ്ടിരിക്കുമ്പോ നിങ്ങളെ മുഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും തൃശൂർ ജില്ലയിലെ സമര പോരാട്ടങ്ങളുടെ ഒരു കേന്ദ്രം മണലൂർ അന്തിക്കാട് മേഖലയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. വഴിയിൽ കിടന്നു കിട്ടിയ 1 പവനിലധികം തൂക്കമുള്ള സ്വർണ്ണമാല ഉടമയെ കണ്ടെത്തി തിരികെ നൽകി സഹോദരങ്ങൾ മാതൃകയായി. അരിമ്പൂർ തെക്കേക്കര ലോട്ടസിൻ്റെയും ജെൻസിയുടെയും മക്കളായ ജോസ്, ആന്റണി എന്നിവർക്കാണ് സ്വർണ്ണമാല അരിമ്പൂർ 4-കല്ല് പെട്രോൾ പമ്പിന് സമീപത്തെ റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയത്. തുടർന്ന് മാല അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. 4-കല്ല് കൃഷിഭവന് സമീപം താമസിക്കുന്ന ചെറുക്കാരൻ സജീഷ് ജോർജിൻ്റെ മകൻ 4 വയസ്സുകാരൻ ബെനഡിക്റ്റിൻ്റെ മാലയാണ് കളഞ്ഞുപോയത്. ബെനഡിക്റ്റും അപ്പാപ്പനും കൂടി കടയിൽ പോയി മടങ്ങുന്നതിനിടെയാണ് മാല നഷ്ടപ്പെടുന്നത്. SI വിജയൻ, വാർഡ് മെമ്പർ CP പോൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ അന്തിക്കാട് സ്റ്റേഷനിൽ വെച്ച് സ്വർണ്ണമാല ഉടമയ്ക്ക് കൈമാറി. വലപ്പാട് തിരുപ്പഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ മേടമാസത്തിലെ ഗുരുതി പൂജ നടത്തി. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറമനയ്ക്കൽ ശ്രീരാമൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുലാം, മകരം, മേടം, കർക്കടകം എന്നീ മാസങ്ങളിലെ അശ്വതി നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിൽ ആചാരപൂർവ്വം ഗുരുതി പൂജ നടത്തപ്പെടുന്നത്. പെരിഞ്ഞനം മേനോത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കാഴ്ചശീവേലിയിൽ മച്ചാട് ശ്രീ അയ്യപ്പൻ ഭഗവതിയുടെ തിടമ്പേറ്റി. എഴുന്നള്ളിപ്പിന് ശേഷം ദീപാരാധന, തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു.
ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കിഴക്കേ ചെറുമുക്കുമന ബ്രഹ്മശ്രീ ജയകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി രാജശേഖരൻ എമ്പ്രാന്തിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് സി സുരേഷ് കുമാർ, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ചക്കാലക്കൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. അന്തിക്കാട് ചെത്തുതൊഴിലാളി സമരത്തിൽ ക്രൂരമായ പോലീസ് മർദ്ദനത്തിനിരയായി ദീർഘകാലം ചികിത്സയിലിരുന്ന് മരണം വരിച്ച കല്ലിങ്ങൽ രാമകൃഷ്ണന്റെ ഭാര്യ ചന്ദ്രമതി അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ഭർത്താവ് ലോക്കപ്പിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവശനായി മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തിന് തണലായി നിന്നത് ചന്ദ്രമതിയുടെ ഇച്ഛാശക്തിയായിരുന്നു. പരേതനായ മുരളീധരൻ, കനകാംബരൻ, പരേതയായ അല്ലാദേവി, ഗീത, സുനിത എന്നിവർ മക്കളാണ്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KP സന്ദീപ്, ഗീതാ ഗോപി, ഷീന പറയങ്ങാട്ടിൽ, CR മുരളീധരൻ, KM കിഷോർ കുമാർ എന്നിവർ അന്ത്യോപചാരം അർപ്പിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി അംഗം KB ജോഷി ബാബുവിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം പാർട്ടിയിൽ നിന്നും നടപടിയെടുത്ത് പുറത്താക്കിയ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രത്യക്ഷമായും പരോക്ഷമായും പ്രവർത്തിക്കുകയുണ്ടായെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നടപടി. യോഗത്തിൽ KP രാജേന്ദ്രൻ, KK വത്സരാജ്, VS സുനിൽകുമാർ, ഷീന പറയങ്ങാട്ടിൽ, KP സന്ദീപ് എന്നിവർ പങ്കെടുത്തു. മണലൂർ ആനക്കാട് തറയിൽ തോമസ് ഭാര്യ ബേബി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. മക്കൾ ലാലി, ബിജു, ഷാലി. മരുമക്കൾ ആൻഡ്രൂസ്, ജിൻസി, ജോയ്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി നടുവിൽക്കര പ്രാചീന കേരള കളരി സംഘം ഗുരു ഷമീർ മുഹമ്മദ്. വഴിയിൽ കിടന്നു കിട്ടിയ 1 പവനിലധികം തൂക്കമുള്ള സ്വർണ്ണമാല ഉടമയെ കണ്ടെത്തി തിരികെ നൽകി സഹോദരങ്ങൾ മാതൃകയായി. CBSE പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടി വിജയിച്ച കാഞ്ഞാണി ഭാരത് വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥി നിരഞ്ജനെ വിവിധ സംഘടനകൾ ആദരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.